നമ്മുടെ യോനി ഭാഗത്തുണ്ടാകുന്ന ഒരു തരം ഡിസ്ചാർജിനെയാണ് ഈ വെള്ളപ്പോക്ക് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കേസിൽ അല്ലെങ്കിൽ ഗൊണോറിയ പോലത്തെ കേസിലൊക്കെ ഇതുപോലത്തെ ലൂക്കോറിയ വരാനായിട്ട് സാധ്യത ഏറെയാണ്. ലൈംഗിക ബന്ധത്തിന് ശേഷവും ലൈംഗിക ബന്ധത്തിന് മുൻപും നമ്മൾ നോർമൽ വാട്ടറിൽ യോനി ഭാഗം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതിലൊരു സോപ്പോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ കഴുകേണ്ട കാര്യമൊന്നുമില്ല. സാധാ വെള്ളത്തിൽ മാത്രം കഴുകിയാൽ മതിയാവും. ഇതിൻ്റെ കൂടെ തന്നെ എണ്ണക്കടികളും എണ്ണ പലഹാരങ്ങളും മൈദയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറയ്ക്കണം. ക്രമേണ നമ്മുടെ വീട്ടിലത്തെ ഭക്ഷണം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ശ്രമിക്കുക. ഹായ്, ഞാൻ ഡോക്ടർ നീരാഞ്ജന, Q1 ഹെൽത്ത് കെയറിലെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളോടുകൂടെ പറയാൻ പോകുന്നത് ലൂക്കോറിയ, അസ്ഥിയുരുക്കം അല്ലെങ്കിൽ വെള്ളപ്പോക്കിനെ കുറിച്ചാണ്. നമ്മൾ സ്ത്രീകളിൽ ഇത് വളരെയധികം കോമൺ ആയ ഒരു കാര്യമാണ്. ഇതിൽ തന്നെ നോർമലും അബ്നോർമലും ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ കണ്ടീഷനിലാണ് ലൂക്കോറിയ അല്ലെങ്കിൽ അസ്ഥിയുരുക്കം നോർമൽ എന്ന് നോക്കാം. നമ്മുടെ യോനി ഭാഗത്തുണ്ടാകുന്ന ഒരു തരം ഡിസ്ചാർജിനെയാണ് ഈ വെള്ളപ്പോക്ക് എന്ന് പറയുന്നത്. നമ്മൾക്ക് പീരീഡ്സിന് മുൻപും പീരീഡ്സിന് ശേഷവും നമ്മുടെ ഓവുലേഷൻ്റെ ടൈമിലും സെക്ഷലായിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് വരുന്ന ടൈമിലെല്ലാം ഇതൊരു നോർമലായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയ വുമൺസിലും മുലയൂട്ടുന്ന അമ്മമാരിലെല്ലാം ഈ വെള്ളപ്പോക്ക് വളരെയധികം കോമൺ ആണ്. ഈ നോർമൽ ലൂക്കോറിയ എന്ന് പറയുന്നത് പച്ച മുട്ടയുടെ വെള്ള പോലെയായിരിക്കും കാണാൻ. ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ ചൊറിച്ചിലോ അല്ലെങ്കിൽ വേറെ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇതിൽ തന്നെ നമുക്ക് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ നമുക്ക് ചൊറിച്ചിലോ അല്ലെങ്കിൽ ഈ ലൂക്കോറിയൻ്റെ സ്മെല്ലോ കളറോ എന്തെങ്കിലും വ്യത്യാസം വരുന്ന ടൈമിൽ നമുക്ക് ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ നടത്തേണ്ടതാണ്. കാരണം ഇത് ചിലപ്പോൾ നോർമൽ ആണെങ്കിലും ഒരുപാട് നമുക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെറിയ തോതിൽ എന്തെങ്കിലും ബാക്ടീരിയയുടെ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി എന്തൊക്കെ കണ്ടീഷനിലാണ് അബ്നോർമൽ എന്ന് നോക്കാം. നമുക്ക് തൈര് പോലെ വരുന്ന ഒരു ലൂക്കോറിയ ഉണ്ട്. ഏകദേശം കാണാനായിട്ട് കുറച്ച് കട്ടിയിൽ തൈര് പോലെ ആയിരിക്കും. ഇതിന് ചിലപ്പോൾ എന്തെങ്കിലും കളർ വ്യത്യാസം ഉണ്ടാവും. നമുക്കിത് മൂലം വല്ല ചൊറിച്ചിൽ, നമുക്ക് നടുവേദനിക്കുക, കാലുകൾക്ക് വേദനിക്കുക, ക്ഷീണം, തളർച്ച തുടങ്ങിയ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടെങ്കിൽ ഇതൊരു തരം ഫംഗൽ അല്ലെങ്കിൽ ഈസ്റ്റിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാകാം. പ്രത്യേകിച്ച് നമുക്ക് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കേസിൽ അല്ലെങ്കിൽ ഗൊണോറിയ പോലത്തെ കേസിലൊക്കെ ഇതുപോലത്തെ ലൂക്കോറിയ വരാനായിട്ട് സാധ്യത ഏറെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോൾ നമ്മുടെ പങ്കാളി കൂടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും ഉത്തമം. ഈ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ നടുവേദന, നമ്മുടെ കൈകാലുകൾക്ക് വേദന, അല്ലെങ്കിൽ ഒരുപാടായിട്ട് നമുക്ക് ലൂക്കോറിയ ഉണ്ടാവുക, നമ്മുടെ അടിവസ്ത്രമെല്ലാം നനഞ്ഞു പോകുന്ന വിധത്തിൽ ലൂക്കോറിയ ഉണ്ടാവുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന വൈറ്റിഷ് ഡിസ്ചാർജ് അല്ലെങ്കിൽ വെള്ളപ്പോക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു പച്ച മീനിൻ്റെ ഒക്കെ സ്മെല്ലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ ചെറിയ കളർ വ്യത്യാസം ഉണ്ടാകും, നമുക്ക് ചൊറിച്ചിലുണ്ടാകും തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ഇത് കൂടുതലും നമ്മൾ അമിതമായ അളവിൽ സോപ്പോ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും. കാരണം നമ്മുടെ വജൈനയുടെ ഭാഗത്തെ നോർമലായിട്ടൊരു അസിഡിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ധാരാളമായിട്ട് സോപ്പ് അതുപോലെ ഡിറ്റർജൻറ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാനായിട്ട് സാധ്യത ഏറെയാണ്. കൂടുതലായിട്ട് നമുക്ക് ധാരാളമായിട്ട് ഈ ലൂക്കോറിയ അല്ലെങ്കിൽ വൈറ്റിഷ് ഡിസ്ചാർജിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അനുഭവപ്പെടുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളാണ് അടിവയറ് വേദനിക്കുക, അമിതമായ ക്ഷീണം, തളർച്ച, നമുക്ക് കൂടുതലും ഉറങ്ങണം എന്നൊക്കെ ആയിരിക്കും തോന്നുക. അതുപോലെ തന്നെ നമുക്ക് പുറം വേദനിക്കുക. ഈ ലൂക്കോറിയൻ്റെ കൂടെ പുറം വേദന വരുന്നൊരവസ്ഥയെ നമ്മൾ PID എന്ന് പറയാറുണ്ട്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള അബോഷൻസും അതുപോലെ തന്നെ റിക്കറൻ്റ് ആയിട്ട് ഇതുപോലെ എന്തെങ്കിലും പീരീഡ്സ് റിലേറ്റഡ് ആയ കംപ്ലയിൻറ്റ്സ്, നമുക്ക് ഒരു ഓവറിയൻ സിസ്റ്റോ അല്ലെങ്കിൽ ഗർഭാശയം മുഴകളൊക്കെ ഉള്ളവരിലും ഈ ലൂക്കോറിയൻ്റെ പ്രശ്നം ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. നമുക്കിനി ലൂക്കോറിയ, ഈ വെള്ളപ്പോക്ക് അല്ലെങ്കിൽ വൈറ്റിഷ് ഡിസ്ചാർജിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. ലൂക്കോറിയയുടെ ഒരു പ്രധാന പ്രശ്നം നമുക്ക് അമിതമായിട്ട് വൃത്തി ഉണ്ടെങ്കിലും നമുക്ക് വൃത്തി കുറഞ്ഞാലും വരുന്നൊരു കംപ്ലയിൻ്റ് ആണ്. ഈ അമിതമായ വൃത്തി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇടയ്ക്കിടെ ബാത്റൂമിൽ പോയിട്ട് യൂറിനൊക്കെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വജൈനൽ വാഷൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൂക്കോറിയയുടെ ബുദ്ധിമുട്ട് കൂടാൻ സാധ്യത ഏറെയാണ്. ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ നമ്മൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വജൈനൽ വാഷ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് ഒറ്റ തവണ കഴുകിയാൽ മതിയാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യമില്ല. ഇനി വൃത്തിയില്ലായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ലൈംഗിക ബന്ധത്തിന് ശേഷവും ലൈംഗിക ബന്ധത്തിന് മുൻപും നമ്മൾ നോർമൽ വാട്ടറിൽ യോനി ഭാഗം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതിലൊരു സോപ്പോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ കഴുകേണ്ട കാര്യമൊന്നുമില്ല. സാധാ വെള്ളത്തിൽ മാത്രം കഴുകിയാൽ മതിയാവും. പിന്നെ നമ്മുടെ അടിവസ്ത്രങ്ങളൊക്കെ കഴിയുന്നതും കോട്ടൻ്റെ ഉപയോഗിക്കുക. നമ്മുടെ മൈൽഡായ ഏതെങ്കിലും ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കി വെക്കുക. ഇപ്പോൾ ഉണങ്ങാത്ത എന്തെങ്കിലും സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഫാൻ്റെ കാറ്റൊക്കെ കൊണ്ട് ഉണക്കിയതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് ചൂടാക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ അമിതമായ അളവിൽ ലൂക്കോറിയ വന്ന നിങ്ങൾക്കൊരു പാഡോ അല്ലെങ്കിൽ തുണിയോ വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതാണ്. എന്നിട്ട് അതിൻ്റെ കാരണം കൂടെ കണ്ടെത്തണം. കാരണം ചില ലൂക്കോറിയ കേസിൽ ബ്ലഡ് മിക്സ് ആയിട്ട് ഈ വെള്ള ഡിസ്ചാർജിൽ കാണാം. നമ്മുടെ പീരീഡ്സിന് തൊട്ട് മുൻപ് അല്ലെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അത് നോർമലാണ്.
പക്ഷേ ഒരു 40 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളിൽ അല്ലെങ്കിൽ നമുക്ക് പീരീഡ്സിൻ്റെ ദിവസങ്ങളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ദിവസത്തിലൊക്കെ ഈ ബ്ലഡ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കേണ്ടതാണ്. നമുക്കിനി നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ജീവിതശൈലിയിലൂടെ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ലൂക്കോറിയ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഈ PCOD അല്ലെങ്കിൽ തൈറോയ്ഡൊക്കെ ഉള്ള പേഷ്യൻസിൽ ലൂക്കോറിയ വരാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ അവർ അമിതവണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും 45 മുതൽ 1 മണിക്കൂർ വരെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഇലക്കറികളും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണം. അത് ലൂക്കോറിയ എന്നല്ല, ഏതൊരു അസുഖത്തിനാണെന്നുണ്ടെങ്കിലും ഉറക്കം മസ്റ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണം. നമ്മൾ 2 മുതൽ 3 ലിറ്റർ വരെയെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ 12 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കുടിക്കേണ്ടതാണ്. അതുപോലെ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങളും അയിലയും ചാളയെല്ലാം കഴിക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പേരക്ക, ഓറഞ്ച്, നാരങ്ങയും കൂടെ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഉത്തമമായ ഒരു കാര്യമാണ്. പിന്നെ പഞ്ചസാരയുടെ അളവൊക്കെ കുറയ്ക്കണം. അതുപോലെ തന്നെ ധാരാളമായിട്ട് നമ്മൾ ഈ ചോക്ലേറ്റും ഈ ബർഗർ, ജങ്ക് ഫുഡും ഒക്കെ കഴിക്കുന്നതും കുറയ്ക്കണം. പിന്നെ നോൺ വെജ് ഒക്കെ കഴിക്കുമ്പോൾ കറി വെച്ച് കഴിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ചിക്കനും മീനൊക്കെ കഴിക്കുമ്പോൾ കൂടുതലും കറി വെച്ചിട്ട് ഉപയോഗിക്കുക. വറുത്ത് കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. വറുത്ത് കഴിക്കുമ്പോൾ അതിൽ നമ്മൾ ഈ എണ്ണയൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിൽ പോയിട്ട് കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കഴിയുന്നത് കറി വെച്ച് ഉപയോഗിക്കണം. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ജങ്ക് ഫുഡും ഫ്രൈഡ് ഫുഡും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. ഇതിൻ്റെ കൂടെ തന്നെ എണ്ണക്കടികളും എണ്ണ പലഹാരങ്ങളും മൈദയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറയ്ക്കണം. ക്രമേണ നമ്മുടെ വീട്ടിലത്തെ ഭക്ഷണം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ചില സ്ത്രീകളിൽ ലൂക്കോറിയ വരുമ്പോൾ മെലിയാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ളവർ കുറച്ച് പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തണം അവരുടെ ഭക്ഷണത്തിൽ. ഇപ്പോൾ മുട്ടയൊക്കെ കഴിക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞയൊക്കെ മാറ്റിയിട്ട് വെള്ള കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ പ്രോബയോട്ടിക് ആയിട്ടുള്ള തൈര് കൂടെ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ്. നമുക്ക് ക്ഷീണമൊക്കെ തോന്നുമ്പോൾ തൈരിൽ കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആൻറ്റി ഓക്സിഡൻറ്റുമായി പ്രോബയോട്ടിക്കുമായി അപ്പോൾ അത് കുടിക്കുമ്പോൾ നമ്മുടെ ക്ഷീണമൊക്കെ കുറച്ച് കുറയും. പിന്നെ ഭയങ്കര മെലിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് ക്ഷീണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഞ്ഞിയുടെ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉന്മേഷം കിട്ടും. നമ്മൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ലൂക്കോറിയൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ഇതിൻ്റെ കൂടെ തന്നെ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്